ചോറിലേക്കൊക്കെ ഇതുപോലൊരു കറി ഉണ്ടെന്നുണ്ടെങ്കിൽ വേറൊന്നും വേണ്ട കേട്ടോ. അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയുടെ റെസിപ്പിയാണേ. അപ്പോൾ അതിനായിട്ട് ചക്കക്കുരു ആണ് കേട്ടോ അതിലേക്ക് വേണ്ടത്. അത് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വാഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അത് ഈ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ മഞ്ഞൾപ്പൊടിയും വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടിച്ച് വെച്ച് ചക്കക്കുരു ഒന്ന് വേവുന്ന വരെ വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്ക് ഇതിലേക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് തേങ്ങ ചെരുവി എടുത്തിട്ടുള്ള ചെറിയുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അത് മിക്സിയുടെ ജാറിലിട്ട് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് ആക്കിയിട്ടൊന്ന് അരച്ചെടുക്കണേ. ഇപ്പോൾ അതാ ചക്കക്കുരു നന്നായിട്ട് വേവായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് അടഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് മുരിങ്ങക്കായും പച്ചമുളക് ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വെള്ളം കമ്മി ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് അടിച്ച് വെച്ച് നമുക്ക് ഒന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇതുപോലെ ഒന്ന് തിളച്ച് വന്നാൽ ചെമ്മീൻ ഇട്ട് കൊടുക്കാം. കൂടെ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുത്ത് അടിച്ച് വെച്ച് ഒരു 2-3 മിനിറ്റ് വേവിച്ചെടുക്കണേ. അതിനുശേഷം നമുക്ക് അതിലേക്ക് മാങ്ങ കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതെല്ലാം കൂടി ഒന്ന് വേവാകുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ അതെല്ലാം നന്നായിട്ട് വേവായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങയുടെ അരപ്പങ്ങ് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ജസ്റ്റ് തള വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇനി വറവിടാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ വെച്ച് ചൂടായ പാനിലേക്ക് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടി നന്നായിട്ട് ഇതുപോലെ റോസ്റ്റ് ആയിട്ട് വരുമ്പോൾ വറ്റൽമുളകും കുറച്ച് കാശ്മീരി ചില്ലിയും കൂടി ഇട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കറിയിലേക്ക് അങ്ങ് ഒഴിച്ച് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ റെസിപ്പികളൊക്കെ ആയിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ബൈ ഫ്രം റെസിപ്പീസ് കിച്ചൺ.